നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു വെനിസ്വേല. എണ്ണ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ രാഷ്ട്രങ്ങളുടെ പട്ടികയിലെ ആദ്യ 10 സ്ഥിരമായിട്ട് ഇടം പിടിച്ചിരുന്ന ഒരു നാട്. എന്നാൽ ഇന്ന് അവിടെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നു. ജനാധിപത്യം മരിച്ചു. രാജ്യം ഒരു ശവപ്പറമ്പായിട്ട് മാറി. ഈ തകർച്ചയുടെ കാരണം അമേരിക്കയോ ഉപരോധങ്ങളോ ഒന്നുമായിരുന്നില്ല. അത് ഹ്യൂഗോ ഷാവോസ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവിൻ്റെ പോപ്പുലിസ്റ്റ് നയങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ സമാനമായ ഒരു ഭീഷണി നമ്മൾ കാണുന്നുണ്ടോ? കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളും അദ്ദേഹം കൂട്ടുപിടിക്കുന്ന ശക്തികളെയും പരിശോധിച്ചാൽ ഇന്ത്യയെ വെനിസ്വേലയാക്കാനുള്ള ഒരു ടൂൾ കിറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഹ്യൂഗോ ഷാവേസ് വെനിസ്വേലയിൽ അധികാരം പിടിച്ച അതേ തന്ത്രങ്ങൾ രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യയിൽ പയറ്റുന്നു. രണ്ടാമതായിട്ട്, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ജോർജ് സോറോസുമായിട്ട് ഈ ഗാന്ധി കുടുംബത്തിനുള്ള ബന്ധം എന്താണ്. മൂന്നാമത്, 2008 ചൈനയുമായിട്ട് ഒപ്പുവെച്ച രഹസ്യ കരാറും അതിനുശേഷം ചൈനീസ് ആളുകളുമായിട്ടുള്ള രഹസ്യ മീറ്റിങ്ങുകളും പാകിസ്ഥാൻ ബന്ധങ്ങളും എന്താണ്. നാലാമതായിട്ട്, കർഷക സമരം മുതൽ കട്ടിംഗ് സൗത്ത് വാദം വരെയുള്ള ടൂൾ കിറ്റുകൾ. സുഹൃത്തുക്കളെ, ഇതൊരു സമ്പൂർണ്ണ അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമുക്ക് ഹ്യൂഗോ ഷാവേസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും രീതികളിലെ ഞെട്ടിക്കുന്ന സാമ്യതകൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. വെനിസ്വേല തകർന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല. അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കിയ ഒരു പ്ലാൻഡ് അജണ്ടയായിരുന്നു. അതിൻ്റെ ആദ്യ പടിയായിട്ട് അവർ ആരംഭിച്ചത് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിലൂടെയാണ്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഷാവേസ് ചെയ്ത പ്രധാന കാര്യമെന്ന് പറയുന്നത് രാജ്യത്തെ സമ്പന്നർക്കെതിരെ, അതായത് ബിസിനസ്സുകാർക്കെതിരെ സാധാരണക്കാരെ തിരിച്ചുവിടുക എന്നുള്ളതായിരുന്നു. സമ്പന്നർ നിങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്നു എന്ന് അദ്ദേഹം നിരന്തരമായിട്ട് പറഞ്ഞു പരത്തി. വെനിസ്വേലയിലെ എണ്ണ കമ്പനികൾക്കും വ്യവസായങ്ങൾക്കും എതിരായിട്ട് അദ്ദേഹം ജനവികാരം ഇളക്കിവിട്ടു. ഇനി ഇന്ത്യയിലേക്ക് നോക്കൂ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? അദാനി അംബാനി. ഇന്ത്യയിലെ തൊഴിൽ നൽകുന്ന, സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന വ്യവസായികളെ മോഷ്ടാക്കളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. ഇത് വെറും ഒരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് ഇതൊരു ക്ലാസ് വാർ അഥവാ വർഗ സമരം ഉണ്ടാക്കി വോട്ട് നേടാനുള്ള ഷാവേസ് മോഡൽ തന്ത്രമാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഘടാഘട്ട് മോഡലാണ്. ഷാവേസ് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പണിയെടുക്കണ്ട, എണ്ണ വിറ്റ് കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് വെറുതെ തരാം. ഓരോ കുടുംബത്തിനും മാസം 10,000 ബൊളിവർ എന്ന് പറയുന്നത് അന്നത്തെ വെനിസ്വേലൻ കറൻസിയാണ്. 10,000 ബൊളിവർ വെറുതെ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് ജനങ്ങളെ മടിയന്മാരാക്കി. നമ്മുടെ രാഹുൽ ഗാന്ധിയോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഘടാഘട്ട്, മാസം തോറും അക്കൗണ്ടിൽ പണം വീഴും, ആരും പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പരോക്ഷമായിട്ട് പറയുന്ന ഒരു സാമ്പത്തിക നയം. സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഉള്ളത് വീതിച്ച് നൽകി രാജ്യത്തെ പാപ്പരാക്കുന്ന വെനിസ്വേലൻ എക്കോണമിക്സ് ആണ് ഇത്. 1999 ഷാവേസ് അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സൗജന്യമായിട്ട് പണം കിട്ടാൻ തുടങ്ങിയതോടുകൂടി ജനങ്ങൾ പണിയെടുക്കാൻ മടിച്ചു. കൃഷിയിടങ്ങളിലും ഫാക്ടറികളിലും ജോലിക്കാരില്ലാതെയായി. സ്വകാര്യ കമ്പനികളെ ഷാവേസ് പിടിച്ചെടുത്ത് സർക്കാർ ഉടമസ്ഥതയിലാക്കി. ഇതോടെ നിക്ഷേപകർ രാജ്യം വിട്ടു. ഉൽപാദനം നിലച്ചപ്പോൾ വരുമാനവും നിലച്ചു. പക്ഷെ ജനങ്ങൾക്ക് പണം നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ അനിയന്ത്രിതമായിട്ട് നോട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങി. രാഹുൽ ഗാന്ധിയും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം മാറ്റാനായിട്ട് കൂടുതൽ നോട്ടുകൾ അച്ചടിക്കുമെന്ന്. വെനിസ്വേല അതാണ് ചെയ്തത്. ഫലമോ? ചരിത്രത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ നാണയപ്പെരുപ്പം. ഒരു കഷ്ണം ബ്രെഡ് വാങ്ങാൻ വേണ്ടി ചാക്കിൽ പണം കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ. റോഡുകളിലെ ചവറ് പോലെ നോട്ടുകൾ കിടക്കുന്ന ദയനീയമായ കാഴ്ച. പട്ടിണി മൂലം ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. ഒരു കാലത്ത് ലോക സൗന്ദര്യ മത്സരത്തിൽ വളരെയധികം മുന്നിട്ട് നിന്ന ഒരു രാജ്യത്തെ സ്ത്രീകൾ വിശപ്പടക്കാൻ വേണ്ടി, മക്കളെ കൂട്ടാൻ വേണ്ടി ശരീരം വിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തകർന്നുപോയി. 1998 2025 ഇടയിൽ വെനിസ്വേല തങ്ങളുടെ കറൻസിയിൽ നിന്ന് 3 തവണയാണ് പൂജ്യങ്ങളെ നീക്കം ചെയ്തത്. അക്കങ്ങൾ അമിതമായ വലുതായതുകൊണ്ട് കാൽക്കുലേറ്ററുകളിലും ബില്ലുകളിലും ഒക്കെ രേഖപ്പെടുത്താൻ സാധിക്കാതെ വന്നതായിരുന്നു ഇതിൻ്റെ കാരണം.
2008 3 പൂജ്യങ്ങൾ നീക്കം ചെയ്തു. അതായത് 1000 പഴയ ബൊളീവറിനെ ഒരു ബൊളീവർ ഫ്യുവർട്ടയുടെ ഈക്വലൻ്റ് ആയിട്ട് മാറ്റി. 2018 5 പൂജ്യങ്ങൾ നീക്കം ചെയ്തു. അതായത് 1,00,000 ബൊളീവർ ഫ്യുവർട്ടേനെ ഒരു ബൊളീവർ സൊബേറാനോയുടെ ഈക്വലാക്കി. അത് കഴിഞ്ഞ് 2021 6 പൂജ്യങ്ങളും കൂടെ നീക്കം ചെയ്തു. അങ്ങനെ 1,000,000 ബൊളീവർ സൊബേറാനോ, അതായത് 10,00,000 ബൊളീവർ സൊബേറാനോയെ ഒരു ബൊളീവർ ഡിജിറ്റലിൻ്റെ ഈക്വലാക്കി. ഇപ്പോൾ ആ ബൊളീവർ ഡിജിറ്റലാണ് അവിടുത്തെ കറൻസി. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കാലയളവിൽ ആകെ നീക്കം ചെയ്ത പൂജ്യങ്ങൾ 14 പൂജ്യങ്ങളാണ്. 14 പൂജ്യങ്ങൾ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ 100 ട്രില്യൺ ബോളിവറിന് തത്തുല്യമായിട്ട് വരും ഈ സംഖ്യ. അധികാരം കിട്ടാൻ വേണ്ടി ഷാവേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതികളെയും മാധ്യമങ്ങളെയെല്ലാം നിരന്തരം ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വിറ്റുപോയി എന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി. ഇന്ന് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചു, ഇലക്ഷൻ കമ്മീഷൻ മോദിയുടെ കയ്യിലാണ്, കോടതികൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഇതേത് കഥയാണ് ഷാവേസും ഉപയോഗിച്ചത്? ജനങ്ങൾക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം തകർക്കുക, എന്നിട്ട് ആ അരാജകത്വത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക. ഷാവേസ് ജനങ്ങളെ വംശീയമായും സാമ്പത്തികമായിട്ടും വേർതിരിച്ചു. രാഹുൽ ഗാന്ധിയും ഇന്ന് ഉയർത്തുന്ന പ്രധാന ആയുധം ജാതി സെൻസസ് ആണ്. ജിത്നി ആബാദി ഉത്തന ഹക്ക്, എത്ര ജനസംഖ്യയുണ്ടോ അത്രയും അവകാശം. ഈ മുദ്രാവാക്യം രാജ്യത്തെ മെറിറ്റ് സിസ്റ്റത്തിനെ തകർക്കാനും ജാതിയുടെ പേരിൽ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു രാജ്യം വികസനത്തിന് പകരം ജാതിപ്പോരിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തകർച്ച ഉറപ്പാണെന്നുള്ളത് ആർക്കും അറിയാൻ വയ്യാത്തത്? ഷാവേസിന് ശേഷം വെനിസ്വേലയുടെ അധികാരം ഷാവേസിൻ്റെ ഉത്തമ ശിഷ്യനും വിശ്വസ്തനുമായിരുന്ന നിക്കോളാസ് മഡൂറോയുടെ കൈകളിലെത്തി. ഇതിനെ നമുക്ക് ഏകദേശം നമ്മുടെ നെഹ്റു ഗാന്ധി കുടുംബവാഴ്ച പോലെ അവിടെയും എലക്ഷൻ ഇല്ലാതെ ഒരു അധികാര കൈമാറ്റം നടത്തപ്പെട്ടതായിട്ട് കാണാം. പക്ഷേ ഷാവേസിൻ്റെ ഒരേ ഒരു മകനായിരുന്ന ഹ്യൂജോ റാഫേൽ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടാത്ത, വളരെ ഒതുങ്ങിയ പ്രകൃതമുള്ള, അതായത് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ പിതാവിനെ പോലെ പ്രസംഗിക്കാനോ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ ഉള്ള കഴിവൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ഏക വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാവേസ് ഒരു പൊട്ടനെ 1000 തവണ റീലോഞ്ച് ചെയ്യാനായിട്ട് തുനിഞ്ഞില്ല എന്നത് മാത്രമാണ്. ആരാണ് ഈ ജോർജ് സോറോസ്? ഒരു സ്വയം പ്രഖ്യാപിത ദാനശീലനോ പരോപകാരിയോ ഒക്കെ ആയ ഇദ്ദേഹം പല രാജ്യങ്ങളിലും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനായിട്ട് പണം ഒഴുക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ആരോപണം ശക്തമായിട്ട് നിലവിലുണ്ട്. 2020 ദാവോസിൽ വെച്ച് ജോർജ് സോറോസ് പരസ്യമായിട്ട് പറഞ്ഞത് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ അപകടകാരിയാണ്, അതിനെതിരെ പോരാടാൻ വേണ്ടി ഞാൻ $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 8,500 കോടി രൂപ നീക്കി വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലേക്കൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നടന്ന പ്രധാന വ്യക്തികളിൽ ഒരാളാണ് സലീൽ ഷെട്ടി. ഈ സലീൽ ഷെട്ടി ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യയെ തകർക്കാൻ ശപഥം ചെയ്ത സോറോസിൻ്റെ വലങ്കൈയായ ഒരാൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര നിയന്ത്രിക്കുന്നത്? അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനങ്ങളും, ഇദ്ദേഹം വിദേശത്ത് പോയി സ്ഥിരമായിട്ട് ഇന്ത്യ വിമർശിക്കുന്ന വേദികളിൽ പലതും സോറോസുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾ സ്പോൺസർ ചെയ്യുന്നതാണെന്നുള്ള ശക്തമായ ആരോപണം ഇപ്പോഴും നിലവിലുണ്ട്. എന്നാലും ഈ കലാപരിപാടിക്ക് ഒരു കുറവും വന്നിട്ടില്ല താനും. അതുപോലെ തന്നെ അദാനിയെ തകർക്കാൻ വന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ടും OCCRP റിപ്പോർട്ടുമെല്ലാം സോറോസിൻ്റെ ഫണ്ടിങ് ഉള്ളവയല്ലേ? ഈ റിപ്പോർട്ടുകൾ വരുന്ന അതേ സമയം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അദാനിക്കെതിരെ ആഞ്ഞടിക്കുന്നു. അപ്പോൾ ഇതൊരു കോഓർഡിനേറ്റഡ് അറ്റാക്ക് ആണെന്നുള്ളത് വ്യക്തം. ഇവരുടെയൊക്കെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക, ഓഹരി വിപണി ഇടിച്ചു താക്കുക, സർക്കാരിനെതിരെ ജനവികാരമുണ്ടാക്കി ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം സാധ്യമാക്കുക. സുഹൃത്തുക്കളെ, വെനിസ്വേലയിലെ ഹ്യൂഗോ ഷാവേസ് അധികാരം പിടിച്ചത് ജനാധിപത്യത്തിലൂടെ മാത്രമൊന്നും ആയിരുന്നില്ല. 1992 ഫെബ്രുവരിയിൽ അദ്ദേഹം ഒരു പട്ടാള അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ട്. അന്ന് തോക്കുകളും ടാങ്കുകളും ഒക്കെ ഉപയോഗിച്ച് തലസ്ഥാനം പിടിച്ചെടുക്കാനായിരുന്നു പദ്ധതി. പക്ഷേ അത് പൊളിഞ്ഞുപോയി. പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാങ്കുകൾക്ക് പകരം ട്രാക്ടറുകളും തോക്കുകൾക്ക് പകരം റോഡ് ഉപരോധങ്ങളും ഒക്കെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ലക്ഷ്യമൊന്നു തന്നെയാണ്. ഇവിടെ കലാപമുണ്ടാക്കുക, തലസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുക, സർക്കാരിനെ മുട്ടുകുത്തിക്കുക. ഇതിനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സോഫ്റ്റ് കൂ അഥവാ അരാജകത്വത്തിലൂടെയുള്ള അട്ടിമറി എന്ന് വിളിക്കുന്നത്. 2021 ജനുവരി 26
ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം. അന്ന് ചെങ്കോട്ടയിൽ കണ്ട കാഴ്ചകൾ ഓർമ്മയുണ്ടോ? വെനിസ്വേലയിലെ ഷവേസ് പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ചതുപോലെ ഇവിടെ ഒരു കൂട്ടം കലാപകാരികൾ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ചിഹ്നമായ ചെങ്കോട്ടയിലേക്ക് ഇരച്ചു കയറി ദേശീയ പതാകയെ അപമാനിച്ച് അതിനെ അവിടെ നിന്ന് എടുത്തു മാറ്റി അവരുടെ ഒരു പതാക അവിടെ സ്ഥാപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? ഇത് വെറും ഒരു കർഷക പ്രതിഷേധമൊന്നും ആയിരുന്നില്ല. ഇത് ഭരണകൂടത്തിനെ അട്ടിമറിക്കാനുള്ള കൃത്യമായ ഒരു തിരക്കഥ തന്നെയായിരുന്നു, ഒരു ടൂൾ കിറ്റ്. കർഷക സമരം, ഷഹീൻ ബാഗ്, അതായത് CAA NRC സമരം, ഇതിൻ്റെ എല്ലാം പൊതു സ്വഭാവം നമ്മളൊന്ന് നോക്കണം. പ്രധാനപ്പെട്ട റോഡുകൾ തടയുക, ഡൽഹിയിലേക്കുള്ള സപ്ലൈ ലൈനുകൾ മുറിക്കുക, സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുക, രാജ്യത്തെ സ്തംഭിപ്പിക്കുക. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മർദ്ദം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രറ്റ തുംബർഗും റിഹാനയും ഒക്കെ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജോർജ് സോറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാകുമ്പോൾ തെരുവിലിറങ്ങി അരാജകത്വം ഉണ്ടാക്കി ഭരണം പിടിക്കുക. ഇതാണ് വെനിസ്വേലൻ മോഡൽ. ഇതേ മോഡലാണ് ശ്രീലങ്കയിലും മ്യാൻമാറിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഇവർ പരീക്ഷിച്ച് വിജയിപ്പിച്ചതും. രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിൻ്റെ അടുത്ത ആയുധം അതിലൊക്കെ അപകടകരമാണ്: കട്ടിംഗ് സൗത്ത് അജണ്ട. വെനിസ്വേലയിലെ ജനങ്ങളെ പണക്കാരും പാവപ്പെട്ടവരും ഒന്ന് വേർതിരിച്ചു എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് അഡാനി അംബാനിയും മറ്റുള്ളവരുമായിട്ട്, അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റുമായിട്ട്, വടക്കും തെക്കുമായിട്ട്, അതായത് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയുമായിട്ട് ഇങ്ങനെ മാറ്റിയിരിക്കുന്നു എന്ന് മാത്രം. കുറച്ചു കാലം മുമ്പല്ലേ കോൺഗ്രസിൻ്റെ ഒരു MP DK സുരേഷ് പാർലമെൻറ്റിൻ്റെ പുറത്ത് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ? നികുതിപ്പണം പൂർണ്ണമായിട്ടും വടക്കോട്ട് പോകുന്നു, അതുകൊണ്ട് ഇനി തെക്കേ ഇന്ത്യക്ക് വേറൊരു രാജ്യം വേണ്ടി വരും എന്നൊരു പ്രസ്താവന നടത്തിയത്. സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിക്കുക. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ് രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? നിരോധിത സംഘടനയായ PFIയുടെ വിഷൻ 2047 രേഖയിൽ ഇന്ത്യയെ തകർക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ ഇസ്ലാമിക സ്വാധീനം വർദ്ധിപ്പിച്ച് രാജ്യത്തെ വിഭജിക്കുക എന്ന ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട്. ശക്തമായ ഒരു ഇന്ത്യയെ ഭയക്കുന്ന ചൈനയും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ആഗ്രഹിക്കുന്നത് ഇന്ത്യ പല കഷ്ണങ്ങളായിട്ട് ചിതറിക്കിടക്കണമെന്നാണ്. ദ്രാവിഡ നാട് എന്ന പേരിൽ വിഘടനവാദം വളർത്താൻ ശ്രമിക്കുന്നതും ഈ അജണ്ടയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്ക് നമ്മുടെ കോൺഗ്രസ് നൽകുന്ന പിന്തുണയും നമ്മൾ പരിശോധിക്കണം. ഉദാഹരണമായിട്ട് 2008 ബീജിംഗ് ഒളിമ്പിക്സിൻ്റെ സമയത്ത് സോണിയാഗാന്ധിയുടെയും ഷീ ജിൻപിങ്ങിൻ്റെയും സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട്, അതായത് CCPയുമായിട്ട് ഒരു രഹസ്യ ധാരണാപത്രം ഒപ്പുവെച്ചു. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, സർക്കാരല്ല, ശത്രു രാജ്യത്തെ പാർട്ടിയുമായിട്ട് എന്ത് കരാറാണ് ഒപ്പിട്ടത്? ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇന്ന് വരെ കോൺഗ്രസ് ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതിന് ശേഷമാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് ചൈനീസ് എംബസിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സംഭാവനയായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഡോക്ലാം സംഘർഷം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി രഹസ്യമായിട്ട് ചൈനീസ് അംബാസഡറെ കണ്ടതും വിവാദമായിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കൈലാസ യാത്രയുടെ പേരിൽ ചൈനയിൽ പോയി അവിടുത്തെ 2 മന്ത്രിമാരെ രഹസ്യമായിട്ട് കണ്ടിട്ട് കൈലാസം കാണാതെ തിരിച്ചു പോകുന്നതും വിവാദമായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വിയറ്റ്നാമിൽ പോകുന്നത് അവിടെ വെച്ച് ചൈനീസ് അധികാരികളെ കാണാനാണ് എന്നും ഉള്ള വിമർശനങ്ങളുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പല പ്രസ്താവനകളും പാകിസ്ഥാൻ നേതാക്കൾ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. സൗജന്യങ്ങൾ നൽകി സാമ്പത്തികമായിട്ട് തകർക്കുക മാത്രമല്ല, രാജ്യത്തിൻ്റെ അഖണ്ഡത തന്നെ തകർക്കുന്ന വെനിസ്വേലൻ ടൂൾ കിറ്റാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഷഹീൻ ബാഗിൽ തുടങ്ങി കർഷക സമരത്തിലൂടെ ചെങ്കോട്ടയിലെത്തി ജാതി വിഭജനത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ അത് തെക്കേ ഇന്ത്യ വിഭജനം എന്ന കൊടും ചതിയിലാണ് എത്തി നിൽക്കുന്നത്. ഈ അരാജകത്വം സൃഷ്ടിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്: മോദിയെ മാറ്റുക. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ഇന്ത്യയുടെ നാശമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഭരിക്കുന്നു, ഭാരതം എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താകും, വളരെ ശക്തമായ കൈകളിൽ അതിരിക്കണം. വളരെ ശക്തമായിട്ട് തന്നെ രാജ്യം മുന്നോട്ട് പോകണം. ഈ രാജ്യത്തെ തകർക്കാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ. വെനിസ്വേലയിൽ സംഭവിച്ചത് ഒരു വലിയ പാഠമാണ്. ജാഗ്രത പാലിക്കുക. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.